പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജനുവരി മാസം 11 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം പിതാവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനായിട്ട് സ്തോത്രം പിതാവേ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ നമ്മുടെ സ്വർഗീയാപ്പച്ചൻ നമുക്ക് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങേ സ്തോത്രം പറയുന്നു. 99 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു, അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ അങ്ങയുടെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ, അവൻ പരിശുദ്ധനാകുന്നു. ഉറക്കെ പറഞ്ഞാട്ടെ: നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ, അവൻ പരിശുദ്ധനാകുന്നു. ഒരു പ്രാവശ്യം കൂടെ ഉറക്കെ പറഞ്ഞ്: നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ, അവൻ പരിശുദ്ധനാകുന്നു. അതിൻ്റെ അവസാന ഭാഗം പറയുന്നു: നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തെ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ, നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ, നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാനും സ്തുതിക്കുവാനും തക്കവണ്ണം കർത്താവ് അവസരം തന്നില്ലേ പ്രിയപ്പെട്ടവരെ? സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അടച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഏക ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏക ഹൃദയത്തോടെ ആമേൻ. അശ്രദ്ധരായിരിക്കരുത്, അതും ഇതും ചിന്തിച്ചിരിക്കരുത്, അതും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിരിക്കരുത്. പ്രാർത്ഥിക്കുന്ന സമയം വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകൾ അടച്ചിട്ട് ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, എല്ലായിടത്തും അങ്ങയുടെ കൃപയും സമാധാനവും അനുഭവിപ്പാൻ അങ്ങ് ഇവർക്ക് ഭാഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ രോഗത്തിന് നല്ല വൈദ്യനായ ഞങ്ങളുടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം കൂട്ടമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് ചെവി കേൾക്കാൻ കഴിയാത്തവർ ചെവി കേൾക്കട്ടെ, കണ്ണ് കാണാൻ കഴിയാത്തവർ ആമേൻ കാണട്ടെ. അവൻ ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ, ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത പ്രായമുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംസാരിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവെ, രാത്രി ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ അവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന രാത്രിയിൽ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള ദൈവകൃപ കൊടുക്കണമേ, സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള ദൈവകൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരം മുഴുവൻ അലർജിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അലർജിയുടെ സ്പിരിറ്റിനെയും ഞങ്ങൾ ശാസിച്ച് പുറത്താക്കുന്നു. പൂർണ്ണ സൗഖ്യം ആമേൻ അലർജിക്കകത്തുനിന്ന് കർത്താവിന് കൊടുക്കണമേ. സ്കിന്നുകൾ നോർമലായി തീരട്ടെ, നോർമൽ ഫംഗ്ഷനിലേക്ക് വരട്ടെ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ജോലിയില്ലാത്തവരുണ്ട്, കുടുംബജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ പോകുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡെലിവറൻസ് ഡിക്ലെയർ ചെയ്യുന്നു, വിടുതൽ പ്രഖ്യാപിക്കുന്നു. അതുപോലെ കർത്താവെ,
ഈ പ്രവാചക കഥാവെ നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ ഒരിക്കലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണമേ. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ കഥാവെ ഒരനർത്ഥം ഭവിക്കാതെ, ഒരു ബാധ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടാരത്തിനടുത്ത് വരാതെ അവരുടെ സകല വഴികളിലും സൂക്ഷിപ്പാൻ അങ്ങ് ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയ്ക്കായി സ്തോത്രം. തിരുരക്തത്തിൻ്റെ മറവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും നിറച്ചാട്ടെ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനുവരി 11 1 ഇയർ ബൈബിൾ റീഡിങ്, സങ്കീർത്തനങ്ങൾ 11, മത്തായിയുടെ സുവിശേഷം 21, 22, ഉൽപ്പത്തിയുടെ പുസ്തകം 21, 22. 6 months ആണെങ്കിൽ പുറപ്പാട് പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ ആമേൻ നമുക്ക് വായിക്കാം. അങ്ങനെ ഈ വർഷം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ബൈബിൾ റീഡിങ് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 6 മാസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് സൂമിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കർത്താവ് നമ്മളോട് ഇടപെടുകയും അത് നമുക്കൊക്കെ അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്ത കർത്താവിന് സ്തോത്രം പറയാം. പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ, കർത്താവിൻ്റെ വചനം വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ സമയം വരെയും നിങ്ങളുടെ പേഴ്സണൽ പ്രേയറുകളിലും നിങ്ങളിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്തോത്രം പറയണം. അവൻ കർത്താവെ ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് ഒരിക്കലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കയറാം. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 2 Timothy chapter number 2 verse number 1. എൻ്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇത് ഈ പ്രഭാതത്തിൽ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ തീമോത്തി തൻ്റെ നിജപുത്രനായ ആത്മീക പുത്രനായ തീമോത്തിയോസിനോട് പറയുന്ന ലേഖന ഭാഗമാണെങ്കിൽ പോലും ഇന്ന് പൽക്കാലം എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുക, എൻ്റെ മക്കളെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പം നമ്മുടെ ശക്തി മുഴുവനും ദൈവത്തിൻ്റെ കൃപയിൽ, ക്രിസ്തുവിലായോ നമ്മുടെ മേൽ ആമേൻ എണ്ണമില്ലാത്ത കൃപകൾ, അളവ് കൂടാത്ത കൃപയാണ് കർത്താവ് പകർന്നിരിക്കുന്നത്. എന്തോ ആ കൃപയെന്ന് പറയുന്നത്? കൃപയെന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ഫേവർ, യോഗ്യതയില്ലാത്ത അനുഗ്രഹങ്ങൾ, അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുക. ഇനിയും ഈ കൃപയെന്ന് പറഞ്ഞാൽ എബിലിറ്റിയാണ്, ദൈവത്തിൻ്റെ കഴിവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ബലമാണ്. അത് നമ്മളിലേക്ക് കർത്താവ് അളവ് കൂടാതെ തരികയാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നത് അതിനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് വെച്ചാൽ അത് നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യാനല്ല, ദൈവത്തിൻ്റെ കൃപയാൽ അത് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതായത് ദൈവത്തിൻ്റെ ശക്തിയാൽ. ഇപ്പം നമുക്കൊരു അസൈൻമെൻറ്റ് വന്നു, ഒരു പ്രൊജക്റ്റ് വന്നു, ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ നമ്മുടെ മാനുഷിക കഴിവല്ല, ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മേൽ ഇറങ്ങുന്നതിനാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. അതായത് സ്വർഗത്തിൽ നിന്നുള്ള ബലപ്പെടുത്തൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഉള്ള സഹായത്തെ നമുക്ക് കൃപയായിട്ട് പറയാം. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിടെ പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. ഏത് ബലഹീനതയുടെ നടുവിലും, ഏത് പ്രയാസത്തിൻ്റെ നടുവിലും, ഏത് ആവശ്യത്തിൻ്റെ നടുവിലും നമ്മൾ ശക്തിപ്പെടേണ്ടത് മാനുഷിക ബലത്തിലല്ല, പിന്നെയോ ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടണം. ഉദാഹരണം പറഞ്ഞാൽ ആമേൻ, ഇപ്പം നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലൻ വിഷയം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഡോണ്ട് വറി, നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയുണ്ട്. അതായത് ബലഹീനനാകുമ്പോൾ, അതായത് ബലം ക്ഷയിക്കുമ്പോൾ, അത് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല, എന്നെക്കൊണ്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വരുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശക്തിപ്പെടുത്തും അത് ചെയ്യാൻ. ഉദാഹരണം, ഒരു ദുർസ്വഭാവം, അത് മാറ്റുവാൻ കഴിയുന്നില്ല, പല വഴികൾ നോക്കി, പല രീതിയിൽ അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ നോക്കി, മാറാൻ കഴിയുന്നില്ലേ, ഉടനെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. കർത്താവിനോട്, കർത്താവേ, എന്നെ ഇതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം, എന്നെക്കൊണ്ട് സ്വയമേ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ സ്വയമേ ചെയ്യുന്നിടത്തോളം കാലം കർത്താവ് പറയും, നിങ്ങൾ സ്വയമേ ചെയ്യേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ സ്വയമേ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ ഇൻഫ്ലുവൻസുകൾ കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമ്മൾ കാര്യങ്ങൾ നടത്തുവാനും നോക്കുമ്പോൾ കർത്താവ് പറയും, ഓക്കെ, അങ്ങനെ നടക്കട്ടെ, നിങ്ങൾ ചെയ്താട്ടെ. എന്നാൽ നമ്മൾ
ആ വിഷയം വരുമ്പോഴേ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, കർത്താവേ, എന്നെക്കൊണ്ട് സ്വയമേ ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് അങ്ങയുടെ കൃപ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുവാൻ ഇടവരും. ഹല്ലേലൂയ. അതാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കരുത്, മാനുഷിക ബലത്തിൽ ആശ്രയിക്കരുത്, എക്സ്റ്റേണൽ സോഴ്സുകളുടെ പിന്നാലെ പോകരുത്. ഏത് വിഷയമായിക്കോട്ടെ കർത്താവിലൊന്ന് ആശ്രയിച്ചേ. പറഞ്ഞ പോലെ ഒരു അഡിക്ഷനാണോ, ദുർസ്വഭാവമാണോ, അതിനകത്തൊന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല, ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട് വേണം, കർത്താവേ, എന്നെക്കൊണ്ട് തന്നെ കഴിയത്തില്ല, എനിക്ക് അങ്ങയുടെ കൃപ വേണമെന്ന് പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. കർത്താവ് തൻ്റെ കൃപ നമുക്ക് തരുന്നു. അങ്ങനെ ആ ദുർസ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് ഇടവരുകയും ചെയ്യും. ഹല്ലേലൂയ. ഇപ്പം രോഗമാണോ, രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ നമ്മൾ ഡോക്ടർമാരെക്കാളും വൈദ്യന്മാരെക്കാളും മരുന്നിനേക്കാളും അധികം ആശ്രയിക്കേണ്ടത് ആരിലാണെന്നറിയുമോ? ദൈവകൃപയിൽ ആശ്രയിക്കും. പറഞ്ഞ കർത്താവേ, എൻ്റെ ഈ ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ അങ്ങ് ശക്തനാണ്. അങ്ങയുടെ കൃപയാൽ ഞാൻ സൗഖ്യം സ്വീകരിക്കുക, അങ്ങയുടെ കൃപയാൽ ഞാൻ ആരോഗ്യം സ്വീകരിക്കുക, അങ്ങയുടെ കൃപ എൻ്റെ ബലഹീനതയിൽ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടവരും. ഹല്ലേലൂയ, സ്തോത്രം. ദാരിദ്ര്യത്തിൽ കഴിയുകയാണോ, പ്രശ്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുകയാണോ, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി, ആമേൻ ആമേൻ, അങ്ങ് എനിക്ക് വേണ്ടി, ആമേൻ, അത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന് എനിക്കറിയാം, അങ്ങേക്കൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനോട്, കർത്താവേ, സ്വയമേ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ കൃപയാരുള്ളും അത്ഭുതകരമായ വിടുതൽ അവിടെ നടക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, 6:10 പറഞ്ഞു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. എവിടെ നമ്മൾ ശക്തിപ്പെടണം? കർത്താവിലും അവൻ്റെ അമിതബലത്തിലും. പ്രിയപ്പെട്ടവരെ, ഈ ശക്തി നമുക്ക് അവൈലബിൾ ആണ്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കൃപയിൽ ആശ്രയിക്കണം. ആ കൃപയിൽ നമ്മൾ ആ കൃപയിൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കണം. ആ കൃപയിൽ മുന്നേറുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറയും? നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പെയ്തിറങ്ങും. നമ്മൾ ആശ്രയിക്കുന്നതിനനുസരിച്ച്, നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്കിന്ന് സ്വയമേ ജയിക്കാൻ നോക്കരുത്, സ്വയമേ പ്രവർത്തിക്കാൻ നോക്കരുത്. എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എൻ്റെ ഈ പണമുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ, കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ അങ്ങയുടെ കൃപ എനിക്ക് അരുളണമേ. കർത്താവേ, ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല കർത്താവേ. കുഞ്ഞുങ്ങളുടെ വിഷയമാണോ, കർത്താവേ, അവരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഉപദേശിച്ച് നടത്താൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കർത്താവേ. കർത്താവേ, അങ്ങയുടെ കൃപ ഇറങ്ങണമേ, കർത്താവേ, അങ്ങയുടെ കൃപ ഇറങ്ങണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരും. ഏത് വിഷയമായിക്കോട്ടെ സഹോദരങ്ങളെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, ഏത് വിഷയത്തിലും ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പൗലോസ് തിമോത്തിയോസിന് പറയാം, മോനെ തിമോത്തിയോസേ, നീ കർത്താവിൻ്റെ കൃപയിൽ ശക്തിപ്പെട്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളോടും ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്കും പറയുവാനുള്ളത്, നിങ്ങളുടെ സ്വന്തം ബലത്തിൽ നിങ്ങൾക്ക് ഊന്നരുത്, നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ഊന്നരുത്, നിങ്ങളുടെ പണത്തിൽ നിങ്ങൾ ഊന്നരുത്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഊന്നരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ ആശ്രയിക്കരുത്. പറഞ്ഞ കർത്താവേ, ഞാൻ അങ്ങയുടെ കൃപയ്ക്കായിട്ട് വാഞ്ചിക്കുന്നു. ഒരു വിഷയം മുമ്പിലേക്ക് വരുമ്പോൾ വേഗത്തിൽ വിഷയം കർത്താവിൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് വേണ്ട, കർത്താവേ, അങ്ങയുടെ കൃപ ഈ വിഷയത്തിൽ ഇറങ്ങണമേ, അങ്ങയുടെ കൃപ ഈ വിഷയത്തിൽ ഇറങ്ങണമേ, അങ്ങ് ഇതിനകത്ത് അത്ഭുതം ചെയ്യണമെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൃപ ഈ വിഷയത്തിൽ ഇറങ്ങുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ ശക്തിപ്പെട്ടാട്ടെ. 2021 ദൈവകൃപയിൽ ശക്തിപ്പെട്ടാട്ടെ. അവൻ ഈ ഒരു വർഷം മുഴുവനും ദൈവകൃപയിൽ ശക്തിപ്പെട്ട് മുന്നേറുക. അവൻ നമ്മളെ വളർത്തും, അവൻ നമ്മളെ വർദ്ധിപ്പിക്കും, അവൻ നമ്മളെ പെരുകുവാൻ ഇടവരുത്തും. ഹല്ലേലൂയ. അപ്പം എങ്ങനെ വളരുന്നത്, എങ്ങനെ വർദ്ധിക്കുന്നത്, എങ്ങനെ പെരുകുന്നത്? ദൈവകൃപയിൽ ആശ്രയിച്ചു. ഓ താങ്ക് യു ജീസസ്. ദൈവകൃപയിൽ ആശ്രയിച്ചു. ഒന്നുകൂടെ പറഞ്ഞാണ്ട്, ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ കേട്ടോ. ആമേൻ ആമേൻ. എല്ലാവരും ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായെങ്കിൽ ചിലർക്കൂടൊക്കെ അയച്ചു കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും. ആമേൻ. നമ്മൾ പെരുകുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.